അന്നാരാജൻ എന്ന് പറയുന്ന അഭിനേത്രി വന്ന് പൊങ്കാലെടുത്തു, എന്തൊക്കെയോ എടുത്തിടുന്നു. അത് അവർ ലാസ്റ്റ് എന്താണ്, അവർ വന്ന് അപ്പോളൈസ് ചെയ്യാണ് ഇട്ട വസ്ത്രത്തിന്റെ പേര്. എന്തിനാണ് ഇട്ട വസ്ത്രത്തെ അപ്പോളൈസ് ചെയ്യുന്നത്? അധികാരം ഉണ്ടാക്കിയതാണ്. സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആകെ 2 ആംഗിളുകളെ അറിയൂ, ഒന്ന് ഹൈ ആംഗിൾ, ഒന്ന് ലോ ആംഗിൾ. ആ ക്യാമറ ഒന്ന് മാറ്റാൻ പറഞ്ഞ എത്ര പെൺകുട്ടികൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. എനിക്കാണെങ്കിൽ കുറച്ച് ഷോർട്ട് ഡ്രസ് ഒക്കെ ആണെങ്കിൽ ലോ ആംഗിളെ ആ ക്യാമറ പോവും. ആരെങ്കിലും ഈ കർശനമായ ഈ ആംഗിളുകൾക്ക് കട്ട് പറയാൻ സമയമായി എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ ആളുണ്ട്, ഇത് വെച്ച് പണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എന്ത് പോക്കാത്. എൻ്റെ പൊന്ന് ഹാഷ്മി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മല്ലിക ചേച്ചി, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഇവന്മാർ എല്ലാവരും കൂടിയിട്ട് കുറച്ച് ചെറുപ്പക്കാരെ, അതായത് അവന്മാരെ കൊണ്ടുപോകുന്നത് ആരാണ്? ഇവരിപ്പോഴും ആദ്യം ഒരാളുടെ ഒരു പേര് പറഞ്ഞു. അവർ പോകുമ്പോൾ എത്ര ക്യാമറാമാൻമാരാണ് അവരുടെ കൂടെ എന്നറിയോ? അത് അവർ ചെലവിന് കൊടുത്ത് വളർത്തുന്നവരാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവന്മാരൊന്നും അങ്ങനെ പോകുന്നതല്ല. എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഇവരിൽ ആരാ വിളിച്ചുകൊണ്ട് പോകുന്നത്? ഇവർ തന്നെയാണ്. അതായത് ഈ ആഷ്മിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മല്ലിക ചേച്ചിക്കും ഇതുവരെ നേരം വെളുത്തിട്ടില്ല. അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രമുഖ നടനും അതുപോലെ തന്നെ പ്രമുഖ നേതാവുമായ ആളുടെ മകളുടെ വീഡിയോ ഒന്ന് പോയി കാണിക്ക്. ആ വേർപ്പ് കണങ്ങൾ ഉറ്റിറ്റി വീഴുന്ന ആ വീഡിയോ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ടുള്ള വീഡിയോ, അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പേരിൽ ഇവിടെ മലയാളികളായ ഒരു കൂട്ടം ടീമുകൾ ഇവിടെ ഇറക്കി വിടുന്നത്. അതിൻ്റെ അകത്തൊക്കെ കാണുന്ന കടിയും ബലിയും പിടിയും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ആഷ്മി, നിങ്ങളൊന്നും ഈ മാതിരി തോന്നിയവാസം പറയത്തില്ല. അതായത് ഇവിടെ ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചാൽ മതി, പക്ഷെ പ്രതികരിക്കുന്ന ആൾക്കാർ ഡീസൻ്റ് ആയിരിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടായയെ പോയിട്ട് തുണിയെ അഴിച്ച് ഇവിടെ വന്നിട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. ചില ടീമുകൾ, ഇതിനിടയ്ക്ക് ഞാൻ ഒരു അമ്മച്ചി നടിയെ കണ്ടു. അമ്മച്ചി നടി പറഞ്ഞു, എൻ്റെ നേരെയാണ് വന്നതെങ്കിൽ ഞാൻ എൻ്റെ ചെവളക്കുറ്റി അടിച്ച് പൊട്ടിച്ചേനെന്ന്. പക്ഷേ ഇതേ അമ്മച്ചി നടി പട്ടായയിൽ പോയിട്ട് അങ്ങനെ കഴിഞ്ഞാടിയതാണ്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഇങ്ങനെയുള്ള കുറേ ടീമുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും അവരൊന്നും അറിയില്ല. ഇവർക്ക് എല്ലാവർക്കും അറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ മോഡലുകളുടെ, അതായത് ഉദ്ഘാടകയുടെ പുറകെ ഇതുകൊടുത്ത് പോകുന്നില്ലേ ക്യാമറയും കൊണ്ട്, അത് അവർ പറഞ്ഞിട്ടാണ്. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, അവർ പറഞ്ഞിട്ടാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അവരുടെ ഇഷ്ടത്തിന് പോകുന്നൊന്നും അല്ല. പിന്നെ വേറൊരു കാര്യം, പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് സ്വന്തം പൈസ കൊടുത്തിട്ട് എൻ്റെ പുറകെ വരണം എന്ന് പറഞ്ഞിട്ട് 3-4 ക്യാമറാമാന്മാർ വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടുന്നില്ല. ഇതിൻ്റെ അകത്തൂട്ടാ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചാവി കളയും, അത് കഴിഞ്ഞ് കുനിഞ്ഞവരെടുക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പിന്നെ ഇങ്ങനെ പോയിട്ട് നിൽക്കും ക്യാമറയിൽ, ഇങ്ങനെ പൊത്തിപ്പിടിക്കും ക്യാമറയിൽ. ഇതൊക്കെ ചെയ്യും. അതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊന്നും ആരും പോയിട്ട് അങ്ങോട്ട് പോയിട്ട് ഇതൊന്നും അല്ല. എല്ലാവർക്കും അറിയാം ഈ പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവന്മാർക്കെല്ലാം പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇങ്ങനെയുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെയുള്ള ചാനലിൻ്റെ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ പോകുന്നത് ഇവർക്ക് തന്നെയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തോട്ടാ. അതായത് ഇവരുടെ വണ്ടീൻ്റെ പുറകിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പയ്യന്മാർക്കുള്ള 3-4 ആൾക്കാരുണ്ടാകും. അവർ ഇറങ്ങുന്നതും അതുപോലെ തിന്നുന്നതും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനധികം വന്നിരുന്നു ബാത്റൂമിൽ പോകുന്ന ഒറ്റയ്ക്ക് പോകുന്ന ചേച്ചിയെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവന്മാരുടെ ക്യാപ്ഷൻസ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് അവർക്ക് മറുപടി കൊടുക്കാനും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ ഉത്തരം പറയാനൊക്കെ ഇവർക്ക് യാതൊരു മടിയില്ല. എന്തുകൊണ്ടാ? ഇവർ തന്നെയാണ് ഇങ്ങനെയുള്ള ടീമുകളെ ചെലവും വെച്ച് വളർത്തുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ആഷ്മിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിക സുകുമാരനും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ചിരിയാന്ന് വരുന്നത്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പൊങ്കാലിടാൻ വരുന്നത് ഇവർ എന്തിനാണ്? ഇങ്ങനെയുള്ള കുറേ ക്യാമറാമാന്മാരെയും കൂട്ടിയിട്ടാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ ഒന്നിനുമല്ല. ഈ പൊങ്കാല തന്നെ കൊളാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറച്ച് ക്യാമറക്കാരാണ്. അതായത് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന വേഷം കെട്ടി കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ജിപ്പിനി അല്ലാതെ വേറൊരു ലോകത്തുള്ള ഒരാളെ പോലും പിടിക്കത്തില്ല. സാധാരണ നല്ല രീതിയിൽ വന്ന് അതുപോലെ വ്രതമെടുത്ത് പൊങ്കാലിടുന്ന ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു TV ചാനൽ കാണിച്ചിട്ടുണ്ടോ? ഒരു TV ചാനലും കാണിക്കത്തില്ല. എന്തുകൊണ്ടാ? അവർക്ക് വേണ്ടതും ഫെയിമാണ്. അവർ ഏതെങ്കിലും സീരിയൽ താരങ്ങളുണ്ടോ എന്ന് തലേന്ന് അന്വേഷിക്കും. അങ്ങനെ ഏതെങ്കിലും സീരിയൽ താരത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് പിന്നെ അവരുടെ കോപ്രായങ്ങൾ.
അപ്പൊ ഇവിടെ എല്ലാവർക്കും വേണ്ടത് പൈസ തന്നെയാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ ആഷ്മി എന്ന് പറയുന്ന ആളായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മല്ലികാ സുകുമാരനായാലും അവർക്കൊക്കെ വേണ്ടത് ഫെയിം തന്നെയാണ്, അല്ലാതെ ഇത് അറിയാത്ത കാര്യമൊന്നുമല്ല. ഇതെന്താ അറിയാത്ത കുഞ്ഞു കുട്ടികളാണോ ഇവരൊക്കെ? ഇവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കോപ്രായങ്ങളും പേക്കോത്തുകളും എല്ലാം കാണുന്നതല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ സ്വയം ചെയ്യുന്നതല്ല, അവർ തന്നെ പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതാണ്. അത് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും വേണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആഷ്മി പറയുന്ന പോലെ ഒരു സ്ത്രീയുടെ ഡ്രസ്സിനെ പറ്റി അവരെന്തു വേണം കിട്ടോട്ടെ, പക്ഷെ ഇത് 4 ആൾ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരിടുന്നത്. അവർക്കറിയാം കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് കാണുമെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവർക്ക് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവരിത് ഉപയോഗിക്കുന്നത്. അപ്പം അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഒരു ഷോ, ആ ഒരു ഷോയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മില്യൺ കണക്കിന് വ്യൂസ് വരും. ആ മില്യൺ കണക്കിന് വ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത്ര ശതമാനം പൈസ അവർക്കും ഉള്ളതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊന്നും സ്വന്തം കൊണ്ടുപോയിട്ട് ഈ പിള്ളേർ മാത്രമൊന്നുമല്ല തിന്നുന്നത്. ഈ പിള്ളേർ ഇത്രയും അലമ്പായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റികൾ തന്നെയാണ്, അല്ലാതെ വേറെ ആരാണ്? ഈ സെലിബ്രിറ്റികളല്ലേ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടാകും, ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടാകും, ഞങ്ങൾ ഇന്ന് വനിതാ തിയേറ്ററിലുണ്ടാകും, ഞങ്ങൾ ഇന്ന് ഈ തിയേറ്ററിലുണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ഇവറ്റകൾ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നടിമാരും അതുപോലെ തന്നെ സെലിബ്രിറ്റികളും ഇന്ന് എന്ത് ചോദിക്കണം, ആ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വൈറലാകണം എന്നുള്ള തരത്തിൽ ഇവർക്ക് കോച്ചിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് പോലും. അതായത് ഒരു സെലിബ്രിറ്റി വരുമ്പം അവരുടെ ഡ്രസ്സിനെ പറ്റി ചോദിക്കണം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഇങ്ങനെയൊക്കെ ആക്കും, അത് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യണം, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാക്കും, അതും കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ട്രെയിനിങ് വരെ കൊടുക്കുന്ന സെലിബ്രിറ്റികൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ആഷ്മി ആയാലും നമ്മുടെ മല്ലിക ചേച്ചി ആയാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകൾ തന്നെയാണ് ഇവറ്റകളുടെ ശാപെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പരിപാടി, ഊളത്തരമായ പരിപാടി, ഇവിടെ ഇതിനിടയ്ക്ക് ഒരു നടി പറയുന്നത് കേട്ടു, ഞാനൊന്നും കാണിക്കത്തില്ല കേട്ടോ, ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് എല്ലാം കാണിക്കും. അതായത് പിന്നെ പൈസ കൊടുത്ത് കയറുന്നവൻ പലതും ചോദിക്കും. പൈസ കൊടുത്ത് കയറുന്ന 399 രൂപയും കൊടുത്ത് കയറുന്നവനുണ്ടല്ലോ പലതും ചോദിക്കും. അത് കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയും. അതൊക്കെ കാണിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലാതെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ അവരെപ്പോഴൊന്നും കാണിക്കത്തില്ല ഏട്ടാ, ഞാനൊന്നും കാണിക്കാതെ ഒന്നും വരുവാട്ടാ, എന്തിനിങ്ങനെ പ്രഹസനങ്ങൾ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്, നിങ്ങളും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തത്. അപ്പം അതെങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കോളാന്നല്ലാതെ ഇവിടെ വന്നിട്ട് പിന്നെ കുറച്ച് എന്താ പറയണ്ടേ, മാന്യത ചമയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യവും ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളെ എല്ലാവരെയും മുതലെടുക്കുകയാണ്. അതിൻ്റെ പേരിൽ ആരും മുതലക്കണ്ണീർ ഒഴുക്കണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ വേറൊരു കാര്യമായിട്ട് വരും. എൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു, എൻ്റെ അക്കൗണ്ട് ആരോ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വരും. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇവർക്ക് ഫൗള് പറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരുടെ അക്കൗണ്ട് അപ്പോൾ ഹാക്ക് ചെയ്യും. പിന്നീട് എന്ന് പറഞ്ഞ് ഇവർ കരഞ്ഞുകൊണ്ട് വരും. പിന്നെ ഇവർ പറയും നിയമ നടപടി എടുക്കുമെന്ന് പറയും, ഞങ്ങൾ നടപടിക്ക് പോവുകയാണെന്ന് പറയും. അങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും പറ്റിക്കുന്നവരാണ് ആഷ്മിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് നമ്മുടെ മല്ലിക ചേച്ചിയും. ഒരു കാര്യം മാത്രം ചിന്തിക്കുക, കാരണം ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ ഒരു വൻ ശൃംഖല തന്നെയുണ്ട്. അതുമാത്രവുമല്ല, ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പേരിൽ ആഭാസകരമായ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്തിനധികം പറയുന്നത്, സ്വന്തം മക്കൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമെന്നുള്ള വിചാരിപ്പ് ഇവറ്റകൾക്കില്ല. നന്ദി, നമസ്കാരം.